പുതിയൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. വ്യോമപാത പൂർണ്ണമായി അടയ്ക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് റഹീസ് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, എന്നാലും താൽക്കാലികമായി വ്യോമപാത അടയ്ക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ പൂർണ്ണമായും വ്യോമപാത അടച്ചു എന്നൊരു സ്ഥിരീകരണം വരികയാണ്. തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടിയെന്ന് വ്യോമയാന മന്ത്രാലയം പറയുന്നു. അപ്പോൾ നിലവിൽ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്ന വിമാനങ്ങളൊക്കെ വഴിതിരിച്ചു വിടേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നതിലും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. റഹീസ്, കൂടുതൽ പറയൂ റഹീസ്. പ്രജിൻ, നിലവിൽ എന്തായാലും ഈ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട വിമാനങ്ങളൊക്കെയും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും വിമാനം വഴിതിരിച്ചു വിട്ടതായി നിലവിൽ അറിയിപ്പില്ല. അത് മാത്രമല്ല, ഇതൊരു എന്തെങ്കിലും ഒരു തരത്തിൽ അപകടം ഉണ്ടായതിനെ തുടർന്ന്, ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പെട്ടെന്ന് അടച്ചിട്ടതുമല്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്നലെ രാവിലെ ആക്രമണം ഉണ്ടായ സമയം, അത് വീണ്ടും ആ സമയത്ത് മറ്റു പല ഭാഗങ്ങളിൽ UAE ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അപകട സാധ്യത ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതിൽ ആർക്കും പരിക്കേൽക്കരുത് എന്നുള്ളത് ലക്ഷ്യമിട്ട്, സുരക്ഷയൊക്കെയും ലക്ഷ്യമിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് ഇത് നിലവിൽ ഉള്ള വിമാന സർവീസുകൾ, അതായത് നിലവിൽ അവിടെ ലാൻഡ് ചെയ്യാനുള്ള സർവീസുകളെ ബാധിക്കും എന്ന് കരുതുന്നില്ല. പക്ഷേ രാവിലെ സ്വാഭാവികമായിട്ടും പുറപ്പെടേണ്ട വിമാനങ്ങൾ അതിനൊരു സമയം, അത് മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. വലിയ തോതിൽ രാവിലെ സർവീസുകൾ ഇല്ല. ആകെ സർവീസുകൾ തന്നെ 50% താഴെ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ എയർലൈൻസുകളൊക്കെയും അവരുടെ സർവീസുകൾ 50% താഴെ മാത്രമാക്കിയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിമാനങ്ങളിൽ പുറപ്പെടേണ്ടവർ സ്വാഭാവികമായിട്ടും അവർ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കി മാത്രം വിമാനത്താവളത്തിൽ എത്തണം എന്ന നിലയാണുള്ളത്. എന്തായാലും ഏതെങ്കിലും വിമാനങ്ങൾ അധികമായി റദ്ദ് ചെയ്തു എന്നുള്ള വിവരമില്ല. അതുകൊണ്ടാണ് ഈ ടെമ്പററി ക്ലോഷർ എന്നുള്ളത്, അത് താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ പെട്ടെന്ന് അത് തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ വീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഇന്നലെ ഉണ്ടായതുപോലെ കുറെ നേരം 5-6 മണിക്കൂറുകളിലുള്ള ഒരു ക്ലോസിംഗ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിമാനങ്ങൾ റദ്ദാക്കി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ആ തീപിടുത്തം ഈ കോമ്പൗണ്ടിനകത്തുള്ള ഒരു സ്ഥലത്തുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രിക്കോഷൻസ് എടുക്കണം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യമായ ആക്രമണമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ എണ്ണപ്പാടം ലക്ഷ്യമാക്കി ഒരു ഡ്രോൺ പതിക്കുന്നു, അത് തകർത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയുള്ള വിവരങ്ങൾ അത് അധികൃതർ പുറത്തുവിടുന്നുണ്ടോ? മറ്റെവിടെയെങ്കിലും ഈ രീതിയിലുള്ള വ്യോമാക്രമണം ഉണ്ടായതായി? പ്രജിൽ, നിലവിൽ UAE ഉടനീളം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ആക്രമണങ്ങളെ ചെറുക്കുന്നതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് അത് വന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ഇന്നലെ ഉണ്ടായതുപോലെ ഒരു അപകടം ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടും അതുണ്ടാക്കുന്ന കാഷ്വാലിറ്റി അതിനെ കുറയ്ക്കാനായിട്ടും ഒരു നിലയ്ക്കും അത് ജനങ്ങളുടെ ജീവൻ ആപത്തുണ്ടാകരുത് എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വ്യോമയാന മന്ത്രാലയം അടക്കം അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ എയർപോർട്ട് കേന്ദ്രീകരിച്ച ആക്രമണമോ അല്ലെങ്കിൽ എയർപോർട്ട് പരിസരത്ത് ആക്രമണമോ ഉണ്ടായതായി യാതൊരു തരത്തിലും സ്ഥിരീകരണമില്ല. ഇന്ന് രാവിലെ വലിയ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു, സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഒരു വിശദീകരണം വരുന്നത്. അത് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശബ്ദമാണ് എന്നുള്ള ഒരു വിശദീകരണം അതിന് പിന്നാലെ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ എയർപോർട്ട് അല്ലെങ്കിൽ ഈ വ്യോമപാത താൽക്കാലികമായി അടച്ചിടുന്നു എന്നുള്ള വിവരം വന്നത്. ആദ്യഘട്ടത്തിൽ അതൊരു പാർഷ്യൽ ക്ലോഷർ ആയിരുന്നു, അതായത് ഭാഗികമായി മാത്രം അടച്ചിടുന്നു എന്നുള്ള വിവരമായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് ആ സമയത്ത് ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ആ നേരത്ത് ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനങ്ങളും ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് 3 മണിക്കും ഏതാണ്ട്, അതായത് UAE സമയം 3 മണിക്ക്, ഇന്ത്യൻ സമയം 4:30ക്കും 5-നും ഇടയിൽ എമിറേറ്റ്സ് വിമാനങ്ങൾ അടക്കം പല സ്ഥലങ്ങളിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ UAE സമയം 4:49 ആണ്. അപ്പോൾ ഈ ഒരു സമയം മുതൽ അങ്ങോട്ടേക്ക് ഇനി പുറപ്പെടേണ്ട വിമാനങ്ങൾ വൈകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതൊന്നും റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങളില്ല. ഭാഗികമായി എന്തായാലും പല സർവീസുകളും കട്ട് ചെയ്യും എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പാണ്.
തുടർച്ചയായ മിസൈൽ ഡ്രോൺ വ്യോമ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ UAE വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നത്. വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിശദീകരണം. എന്നാൽ ചില വിമാനങ്ങളെങ്കിലും വൈകും എന്നൊരു അറിയിപ്പാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സുരക്ഷ മുൻനിർത്തി മാത്രമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി അറിയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.